നമസ്കാരം. മഴ കനത്തതോടെ നിലമ്പൂരിലെ ചാലിയാർ നദി നല്ലോണം കലങ്ങിമറിഞ്ഞാണ് ഒഴുകുന്നത്. കനോലി തേക്ക് തോട്ടത്തിൽ നിന്നും വയൽനായ്ക്കൻ പറവകളും കിന്നരി പരുന്തുകളുമൊക്കെ ചിലച്ചു പറന്ന് എങ്ങോട്ടോ പോവുകയാണ്. അവർക്കെന്തോ ദുസൂചന കിട്ടിയിരിക്കുന്നു. പുഴയിലൂടെ ജങ്കാറിൽ കയറിപ്പോയ ഗോവിന്ദൻ മാഷും AK ബാലനുമാണ് സ്ഥാനാർത്ഥിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളത്. പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ നിർത്തിവെച്ചുവെന്ന് ആരോ കമന്റ് വിദഗ്ധന്മാർ കാച്ചിയതോടെ CPM നേതൃത്വം നാണം കെട്ട് കരയിൽ കയറി നിൽക്കുകയാണ്. മടവല, ഓരുവല, വാരത്തിൽ ചൂണ്ട എന്നിവ ഗോവിന്ദൻ്റെ കൈവശമുണ്ട്. റിട്ടയർ ചെയ്താലും പാർട്ടിക്ക് ബാലേട്ടനെ വേണം. പുഴയുടെ കരയിൽ ഖനനം ചെയ്തവർ പറഞ്ഞത് അരിവാളിൻ്റേത് എന്ന് തോന്നിക്കുന്ന ചില ഭാഗങ്ങൾ കണ്ടെത്തി എന്നാണ്. പണ്ട് സഖാവ് കുഞ്ഞാലിയുടെ കാലം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതാണ്. അത്രയേറെ പഴക്കമുണ്ട്. സാധാരണ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കായി ഉപയോഗിച്ചിരുന്ന സ്റ്റെതസ്കോപ്പ്, ഡോക്ടറേറ്റുകൾ, പഴകിയ ഓട്ടോറിക്ഷ, സൈക്കിൾ എന്നിവ പുഴയിലൂടെ ഒഴുകി നടക്കുന്നത് കണ്ടവരുണ്ട്. ഒരു മരപ്പെട്ടിയും വെള്ളത്തിലൂടെ നീന്തിപ്പോയി. എന്തായാലും ജൂൺ 1-ന് 4 മണിക്ക് മുമ്പ് ആളെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അന്നെന്തായാലും നിലമ്പൂർ കോടതിപ്പടിയിൽ പിണറായി പങ്കെടുക്കുന്ന ഉഗ്രൻ കൺവെൻഷൻ നടക്കും. കോൺഗ്രസിൻ്റെ DNA-യുമായി വന്ന അൻവറെ 9 വർഷമായിട്ടും സംസ്കരിച്ച് പാർട്ടി ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി അത്തരം അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കരുത്. എന്തായാലും ചാനലുകാർ നിലമ്പൂരിൽ ചെന്ന് നിലമ്പൂരവും നിലമ്പൂരോട്ടും പോർക്കളവും പടക്കളവുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യ ലാപ്പിൽ തന്നെ ഒരു കിടുക്കൻ സഖാവിനെയാണ് പാർട്ടി ചർച്ചയ്ക്ക് വിട്ടത്. യസഫയുടെ വലിയ നേതാവായ ആർഷോയുടെ ഇടം കൈയായി പ്രവർത്തിച്ച സഖാവ് അഫ്സലാണ് ആ കരുത്തൻ. അഫ്സൽ വാ തുറന്നതോടെ അപശകനം തുടങ്ങിയതായി മാലോകർക്ക് മനസ്സിലായി. LDFന് വേണ്ടി വാദിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ചാനൽ ചർച്ചകളിൽ ആരുമില്ല എങ്ങും. ഇതുപോലെ മനുഷ്യനെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വെറുപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വേറെയില്ല. രാഷ്ട്രീയമൊന്നുമല്ല പുള്ളി പറയുന്നത്. വാടാ പോടാ വിളിയും അട്ടഹാസവും പരിഹസിക്കലുമാണ്. പിന്നാലെ മഴ തോരുന്ന പരുവത്തിന് ജയിക്കും റഹീമും വരും. കളം മൂത്തു തുടങ്ങുന്നതോടെ അരുൺകുമാറും അനിൽകുമാറും വരും. ഈ പാർട്ടിക്ക് ഇപ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായിട്ടില്ല. മയത്തിൽ സംസാരിക്കുകയും ചെറുതായി തള്ളുകയും ചെയ്താൽ ഒരു പരുവത്തിനെങ്കിലും ചവിട്ടി നിൽക്കാം. ഈ ചർച്ചയ്ക്ക് വരുന്ന അലമ്പന്മാരുടെ വിചാരം പിണറായി ബാധയുമായി വന്ന് നാട്ടുകാരെ ചവച്ചു കാണിച്ചാൽ സകലരും പേടിച്ച് വഴിക്ക് വരുമെന്നോ മറ്റുമാണ്. മാതൃഭൂമിയിലെ അഭിലാഷ് അഫ്സലിനോട് ചോദിച്ചത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ വരാത്തത് എൻ്റെ കുഴപ്പമാണോ എന്നായിരുന്നു. അതോടെ അഫ്സലിൻ്റെ ഗ്യാസ് പോയി പുള്ളി പെട്ടെന്ന് എയറിലായി. UDFൻ്റെ ആള് കൂടിയത് അഭിലാഷിൻ്റെ കുഴപ്പമാണോ അഫ്സലെ? കമ്മികളുടെ കൂട്ടത്തിലെ ഒരു ആറാട്ടണ്ണനാണ് ഈ അഫ്സൽ എന്ന് തോന്നിപ്പോകും പല ചർച്ചകളും കാണുമ്പോൾ. അഫ്സലും ആർഷോയും കൂടി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പ്രസംഗിച്ചും കവലപ്രസംഗങ്ങളിൽ ഭീഷണി മുഴക്കിയും തോന്നിയവാസങ്ങൾ പറഞ്ഞ് അഹങ്കരിച്ചതും കാരണമാണ് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പൊതുസമൂഹം ഇത്രയേറെ പരിഹാസ്യമായി കാണുന്നതും വിമർശിക്കുന്നതും. ചർച്ചയിൽ CPMകാർ അൻവറെ കൂടി കൊണ്ടുവരണം. പിണറായി ഭരണത്തിൽ താൻ നിലമ്പൂരിൽ നടത്തിയ വികസനങ്ങൾ അമ്പർക്ക തന്നെ പറയട്ടെ. AK ബാലൻ പാലക്കാട്ട് ചെന്ന് മാങ്കൂട്ടത്തെ വിളിച്ചത് ക്ഷുദ്രജീവി എന്നായിരുന്നു. ഷൗക്കത്തിനായി കണ്ടുവച്ച പേരുമായി ഒന്ന് വേഗം വാ ബാലേട്ട. പാതിരാ നാടകങ്ങളുടെ തിരക്കഥ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് റഹീം. പുതിയ സംഘഗാനം വല്ലതും ഇവിടെ അവതരിപ്പിക്കുമോ ആവോ? കേൾക്കാൻ കൊതിയാകുന്നു.